തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും സംയുക്ത ദൗത്യം തുടങ്ങുന്നു. 15 പേർ അടങ്ങുന്ന 7 സംഘങ്ങളായിട്ടാണ് ശാസ്താപൂവം കോളനിക്ക് സമീപം തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. കോളനിയിലെ 2 കുട്ടികളെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായത്. കൂടുതൽ വിശദാംശങ്ങൾ സൂരജ് സജി നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഈ കുട്ടികളെ കണ്ടെത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞോ? ഈ ശാസ്താംപൂവം കോളനിക്ക് സമീപമുള്ള ഉൾവനത്തിലാണ് ഏറെ ദുഷ്കരമായ ദൗത്യം ഇപ്പോൾ ഈ വനംവകുപ്പും പോലീസും ചേർന്ന് ആരംഭിച്ചിരിക്കുന്നത്. 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട്, അതായത് 15 പേരടങ്ങുന്ന സംഘമാണുള്ളത്. അതിൽ 5 പോലീസുകാർ, 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം പ്രാദേശികമായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതും 7 മേഖലകളിൽ നിന്നായി ഈ സംഘം തിരിക്കും. അതായത് കാരിക്കടവ് ഭാഗത്ത് നിന്ന് 5 സംഘങ്ങളും, അതുപോലെ തന്നെ 2 കൈ ഭാഗത്ത് നിന്ന് 2 സംഘങ്ങളുമായിരിക്കും തിരിക്കുക. ഇവരും 7 പേരും ഒരേ പോയിന്റിൽ എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ തിരച്ചിൽ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പോകുന്ന സംഘങ്ങൾ ആയുധങ്ങൾ ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് പോകുന്നത്. കാരണം ആനയും കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായുള്ള ഒരു കാടാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു അപകട സാഹചര്യം ഉണ്ടായാലും നേരിടാവുന്ന തരത്തിലേക്കാണ് സജ്ജമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സംഘം കാട് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ 2 കുട്ടികളെ കാണാതാകുന്നത്. ആ സമയത്ത് ഈ വീട്ടുകാർ ഉൾപ്പെടെ കരുതിയിരുന്ന ഈ കുട്ടികൾ സമീപത്തെ വീട്ടിലേക്ക് പോയി എന്ന് കരുതി ഇവർ കുറച്ച് ദിവസമായി കുട്ടികളെ കുറിച്ച് തിരക്കിയിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ ബന്ധുവീടുകൾ സന്ദർശിച്ച് കുട്ടികൾ അവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നത്. ആ സമയത്താണ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇന്നലെ രാവിലെയോടുകൂടി പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പും പോലീസും ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ അന്വേഷണത്തിലാണ് ഇവർ കാട് കയറി എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ ഇത് വനത്തിനകത്ത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതോടുകൂടിയാണ് ഈ വനത്തിനകത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം എന്നൊരു നിഗമനം പോലീസ് എത്തുന്നത്. അങ്ങനെയാണ് ഇവർ കാടിനകത്ത് കുടുങ്ങിയിരിക്കുകയാണോ, മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇന്ന് ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് കടന്നത്. ചാലക്കുടി DFOയുടെയും അതുപോലെ തന്നെ ചാലക്കുടി DYSPയുടെയും എല്ലാം നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ കൃത്യമായി ഈ കാടിന്റെ മാപ്പ് അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകളെല്ലാം നടത്തി. അത് പ്രകാരം ക്രമീകരിച്ച രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി സംഘം തിരിച്ചിരിക്കുന്നത്. എന്തായാലും 6 മണിയോടുകൂടി തന്നെ സംഘം ഈ വനാതിർത്തിയിലെത്തി. ഇപ്പോൾ കാട് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാടിന് പുറത്ത് ഈ മെഡിക്കൽ സംഘം അടക്കം സജ്ജമായി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റിയോ അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് സംഘം ഇപ്പോൾ ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളെ വേഗം കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്.